നമ്മുടെ ഇടയ്ക്ക് ധാരാളം ആസ്മ രോഗികളെയും അതുപോലെ തന്നെ ബ്രോങ്കൈറ്റിസ് എന്ന അസുഖവും ബാധിച്ച ആൾക്കാർ ധാരാളമുണ്ട്. ആസ്മ എന്ന രോഗത്തിന് ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റാണ്. ആസ്മ വരുമ്പോൾ ആശുപത്രിക്ക് പോവും, ഇഞ്ചക്ഷൻ എടുക്കും, അല്ലെങ്കിൽ ഇൻഹേലർ ഉപയോഗിക്കും. അപ്പോൾ ശമനമാവും. വീണ്ടും അത് തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. ആസ്മ ഉണ്ടാക്കുന്നതും പലതരത്തിലുള്ള അമിതമായ പുളിരസമുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ തണുത്ത ഭക്ഷണങ്ങൾ എന്നിവ കൂടുതൽ കഴിക്കുന്നവർക്കും അതുപോലെ തന്നെ തണുത്ത കാലാവസ്ഥയിൽ കൂടുതൽ കാലം ജീവിക്കുന്നവർക്കുമാണ് ആസ്മ വന്നുകൊണ്ടിരിക്കുന്നത്. ചിലരിൽ ആസ്മ അലർജി പോലെ തുടങ്ങി തുമ്മി വരുമ്പോൾ അതിലെ കൂടെ ബ്രോങ്കൈറ്റിസായി കുറച്ച് കഴിയുമ്പോൾ അത് ആസ്മ എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഈ ആസ്മ മാറാനും അതുപോലെ ബ്രോങ്കൈറ്റിസ് മാറാനും വളരെ ഫലപ്രദമായ ഔഷധങ്ങൾ സിദ്ധ ചികിത്സയിൽ ഉണ്ട്. ആസ്മയ്ക്ക് ഞങ്ങൾ സാധാരണ കൊടുക്കുന്ന ഒരു ചെറിയ മരുന്നാണ് ശ്വാസകുടോറി ഗുളിക. ശ്വാസകുടോറി ഗുളിക എന്നത് 2 പച്ച മരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതിലൊന്ന് വെള്ള എരുക്കിൻ്റെ പൂവ്, മറ്റൊന്ന് കുരുമുളക്. ഈ വെള്ള എരുക്ക് വളരെ റെയറാണ്. ധാരാളം എരുക്ക് ചെടികൾ നമ്മുടെ ഇടയ്ക്കുണ്ട്. അത് പലതും വയലറ്റ് വെള്ളയും കലർന്ന പൂക്കളായിരിക്കും. ഈ വെള്ള എരുക്കാണെങ്കിൽ വെള്ള കളറിലുള്ള പ്യുവർ വൈറ്റ് പൂവായിരിക്കും. ഇത്തരം വെള്ള എരുക്കിൻ്റെ പൂ ധാരാളം കളക്ട് ചെയ്ത് അതിൻ്റെ സമം കുരുമുളകും ചേർത്ത് നന്നായിട്ട് അരച്ച് ഭംഗിയായി അരച്ച് അത് ഗുളികകൾ പോലെ ഉരുട്ടി ഏതാണ്ട് ഒരു മഞ്ചാടിയുടെ വലിപ്പത്തിലുള്ള ഗുളികകളായിട്ട് ഉരുട്ടി വെച്ചിട്ട് വെയിലത്ത് ഉണക്കരുത്, തണലത്ത് തന്നെ അത് ഇട്ട് ഉണക്കി വെച്ചിട്ട് ശ്വാസം വിട്ട് വരുമ്പോൾ 3 നേരം ഓരോ ഗുളിക കഴിക്കുക. പെട്ടെന്ന് ആസ്മ മാറും. എത്ര ഇൻഹേലർ എടുത്തിട്ട് മാറാത്ത ആസ്മ വെറും ഈ ശ്വാസകുടോറി എന്ന് പറയുന്ന 2 ഒറ്റമൂലികൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ വെള്ള എരുക്ക് കുരുമുളക് ചേർത്ത് ഉണ്ടാക്കുന്ന ഈ മരുന്ന് കൊണ്ട് മാറുന്നുണ്ട്. അതുകൂടാതെ ശിവനാറമൃതം, താളിശാതി വടകം, ബാലസഞ്ജീവി, പിന്നെ കസ്തൂരി കറുപ്പെല്ലാം ഈ ആസ്മയ്ക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ്. ഇത്തരം മരുന്നുകൾ കഴിക്കുകയും പിന്നെ ആസ്മ ഉള്ളവർ തീർച്ചയായും തണുപ്പും പുളിപ്പുമുള്ള ഭക്ഷണങ്ങൾ എല്ലാം ഒഴിവാക്കുകയും കൃത്യമായിട്ട് ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കുക, അലർജി ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ കഴിയുന്നതും പോവാതിരിക്കുക, മത്സ്യമാംസങ്ങൾ കഴിക്കാം പക്ഷെ കുറയ്ക്കുക. ഒരുപാട് കഴിച്ചാലും ആ ഇൻഡൈജഷൻ ഉണ്ടായി അതിലൂടെ അത് കഫം കൂടി അത് പിന്നെ ശ്വാസം മുട്ടായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. സാധാരണ കുഞ്ഞുകുട്ടികൾ ചെറിയ രീതിയിൽ മഴ നനഞ്ഞാൽ പോലും അവർക്ക് ശ്വാസം മുട്ട് വരുന്നുണ്ട്. പക്ഷേ അവർക്കെല്ലാം ഇപ്പോൾ ഇൻഹേലർ വന്നിട്ടുണ്ട്. അത് വളരെ ഫലപ്രദമാണ്. അതിനെക്കുറിച്ച് ഞാനൊന്നും തെറ്റ് പറയുന്നില്ല. പക്ഷേ സ്ഥിരമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ ശ്വാസകുടോറി, പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബാലസഞ്ജീവി ഗുളിക എന്നിവ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ബാലസഞ്ജീവി ജീരകവും തുളസി ഇലയും ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കൊടുത്താൽ അതിൻ്റെ ഇരട്ടി എഫക്റ്റ് കിട്ടും. ഒരു 1/4 സ്പൂൺ ജീരകം, ഒരു 10-30 തുളസി ഇല, ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് 1/2 ഗ്ലാസ്സാക്കി അതിൽ 2 ബാലസഞ്ജീവി ഗുളിക വായിലിട്ട് ഈ വെള്ളം കുടിച്ച് വിഴുങ്ങുക. വളരെ എഫക്റ്റീവാണ്. ആസ്മ പെട്ടെന്ന് മാറും. പിന്നെ ആസ്മയ്ക്ക് മറ്റു പല മരുന്നുകളുണ്ട്. തിപ്പല്ലി രസായനം, അഗസ്ത്യ രസായനം, പിന്നെ ശ്വാസാനന്ദ എന്ന് പറയുന്ന ഞങ്ങളെ സിദ്ധ ഗുളിക. ഇതുകൂടാതെ താളിശാതി ചൂർണം, താളിശാതി വടകം നേരത്തെ ഞാനിവിടെ
പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെയും നല്ല മരുന്നുകളാണ്. പിന്നെ പഥ്യം, ഭക്ഷണം വളരെ അതുപോലെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ച് പുറത്ത് പോവുകയും വരികയും ചെയ്യുക. ഭക്ഷണത്തിൽ കെയർഫുള്ളായിട്ടിരിക്കുക. കാലാവസ്ഥയെ കഴിയുന്നതും കാലാവസ്ഥകളിൽ കുറച്ച് ചിട്ടയോടെ ഇരിക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. ആസ്മയിൽ നിന്ന് ഒരു പരിധി വരെ നമ്മൾ രക്ഷപ്പെടാം.